വൻ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു പുതിയ വാർത്താ ചാനലിന്റെ വരവിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ മാധ്യമ ലോകത്തും അണിയറയിലും സജീവമായിരിക്കുന്നത്. നിലവിലുള്ള രാഷ്ട്രീയ സമവാക്യങ്ങളെ ആകെ മാറ്റിമറിച്ചുകൊണ്ട് ഒരു മുഖ്യമന്ത്രി സ്വന്തമായി വാർത്താ ചാനൽ ആരംഭിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ശക്തമായ ജനസ്വാധീനമുള്ള ഈ മുഖ്യമന്ത്രി തന്റെ രാഷ്ട്രീയ നിലപാടുകളും ജനക്ഷേമ പദ്ധതികളും ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു വൻ ചാനൽ സാമ്രാജ്യത്തിന് തുടക്കമിടുന്നത്. രാഷ്ട്രീയ എതിരാളികളുടെ കുപ്രചരണങ്ങളെ പ്രതിരോധിക്കാൻ സ്വന്തം പാർട്ടിയുടെ വളർച്ചയ്ക്കും ഒരു മാധ്യമ സ്ഥാപനം അനിവാര്യമാണെന്ന തിരിച്ചറിവിലാണ് ഈ തന്ത്രപരമായ നീക്കം. രാജ്യവ്യാപകമായി തന്നെ വലിയ ആരാധക വൃന്ദമുള്ള ഈ മുഖ്യമന്ത്രിയുടെ പുതിയ ചുവടുവെപ്പ് രാഷ്ട്രീയ മേഖലകളിൽ വലിയ അങ്കലാപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതെ, തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതുചരിത്രമെഴുതിയ മുഖ്യമന്ത്രി സി ജോസഫ് വിജയുടെ പാർട്ടിയായ തമിഴക വെട്രിക്കഴകം സ്വന്തമായി ഒരു വാർത്താ ചാനൽ ആരംഭിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. രാഷ്ട്രീയ പാർട്ടിയുടെ ഔദ്യോഗിക ചാനൽ എന്ന നിലയിൽ വെട്രി ന്യൂസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചാനൽ മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ ജന്മദിനമായ ജൂൺ 22 തന്നെ സംപ്രേഷണം ആരംഭിക്കുമെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പരക്കെ പ്രചരിക്കുന്ന വാർത്തകൾ. രാഷ്ട്രീയ പ്രവേശനത്തിന് പിന്നാലെ മുഖ്യമന്ത്രി പദവിയിലെത്തിയ വിജയുടെ ജന്മദിനാഘോഷങ്ങൾക്കൊപ്പം ഈ പുതിയ വാർത്താ ചാനലിന്റെ ലോഞ്ചിങ് കൂടി ഉണ്ടാകുന്നത് അദ്ദേഹത്തിന്റെ ലക്ഷക്കണക്കിന് വരുന്ന ആരാധകർക്കും പാർട്ടി പ്രവർത്തകർക്കും ഇരട്ടി മധുരവും വലിയ ആഘോഷത്തിനുമാണ് വഴി തുറന്നിരിക്കുന്നത്. ബി ട്രാക്കർ മാനിക്സ് എന്ന പ്രമുഖ ഇൻസ്റ്റാഗ്രാം പേജാണ് ഈ മാധ്യമ വിപ്ലവത്തിന്റെ വിവരങ്ങൾ ആദ്യമായി പുറത്തുവിട്ടത്. തമിഴ്നാട്ടിലെ പ്രാദേശിക വാർത്തകളിൽ മാത്രം ഒതുങ്ങാതെ രാജ്യവ്യാപകമായി തന്നെയുള്ള വലിയൊരു വിഭാഗം പ്രേക്ഷകരെ ലക്ഷ്യമിട്ടാണ് ഈ ചാനൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും ഇവരുടെ റിപ്പോർട്ടുകളിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. വെട്രി ന്യൂസ് ചാനലിന്റെ ഔദ്യോഗിക ഹാൻഡിലിന്റേതെന്ന് കരുതപ്പെടുന്ന ഇൻസ്റ്റാഗ്രാം പേജുമായി കൊളാബറേറ്റ് ചെയ്താണ് ഈ ചാനലിലേക്ക് ആവശ്യമായ ഉദ്യോഗാർത്ഥികളെ തേടുന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. രാഷ്ട്രീയം, ജനങ്ങളെ ബാധിക്കുന്ന വിവിധ സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകുന്ന ഒരു പൂർണ്ണമായ വാർത്താ ചാനലായിരിക്കും വെട്രി ന്യൂസ്. സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളുടെ ക്ഷേമവും പുരോഗതിയും മുൻനിർത്തിയുള്ള ചർച്ചകൾക്കും വാർത്തകൾക്കുമായിരിക്കും ചാനൽ കൂടുതൽ പ്രാധാന്യം നൽകുകയെന്നും ഇൻസ്റ്റഗ്രാം പോസ്റ്റുകൾ അവകാശപ്പെടുന്നുണ്ട്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ദ്രാവിഡ പാർട്ടികൾക്ക് തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ സ്വന്തമായി ചാനലുകൾ ഉള്ളതുപോലെ ടിവിയുടെ രാഷ്ട്രീയ അജണ്ടകളും ജനക്ഷേമ നയങ്ങളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ വെട്രി ന്യൂസിലൂടെ വിജയിക്കും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഈ വാർത്ത വലിയ രീതിയിൽ തരംഗമായി മാറിയിട്ടുണ്ടെങ്കിലും ചാനൽ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയുടെയോ തമിഴക വെട്രിക്കഴകം പാർട്ടിയുടെയോ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. വരും ദിവസങ്ങളിൽ പാർട്ടിയുടെ ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ഇതിനായുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളും ആരാധകരും.